ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിയോടെ അവസാനിക്കും. കൊട്ടിക്കലാശം ആവേശകരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. മുൻനിര നേതാക്കളെ അടക്കം എത്തിച്ചുള്ള ആവേശകരമായ പ്രചാരണത്തിനാണ് കേരളം ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. മറ്റന്നാളാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാർ സംസ്ഥാനത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കും. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 160 സംഘം കേന്ദ്രസേനയെ സംസ്ഥാനത്ത് വിന്യസിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ന് വൈകുന്നേരം മുതൽ 48 മണിക്കൂർ മദ്യനിരോധനം സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വരും. എക്സിറ്റ് പോളുകൾക്ക് ഈ മാസം 29-ാം തീയതി വൈകുന്നേരം 6 മണിവരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പരസ്യപ്രചാരണം അവസാനിച്ച ശേഷമുള്ള 48 മണിക്കൂർ സംസ്ഥാനത്ത് നിശബ്ദ പ്രചാരണമായിരിക്കും നടക്കുക. ഈ സമയത്ത് പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ മൈക്ക് കെട്ടിയുള്ള പ്രചാരണമോ പാടില്ല. ജാഥകൾ, ഘോഷയാത്രകൾ, സംഗീത പരിപാടികൾ, നാടകങ്ങൾ തുടങ്ങി വോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള മറ്റു വിനോദ പരിപാടികൾക്കും നിരോധനമുണ്ട്. ടെലിവിഷൻ, സിനിമ തുടങ്ങിയവ വഴിയും റേഡിയോയിലൂടെയുമുള്ള പ്രചാരണങ്ങൾക്കും നിരോധനം ബാധകമാണ്. മണ്ഡലത്തിലെ വോട്ടർമാരല്ലാത്ത പുറത്തുനിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരും പാർട്ടി ഭാരവാഹികളും പ്രചാരണ സമയം അവസാനിച്ചാലുടൻ മണ്ഡലം വിട്ടുപോകണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെയും ഭാഗമായാണ് പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോണുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിനായി ചില ജില്ലകളിൽ ഹരിത മൊബൈൽ പൌച്ചുകൾ അവതരിപ്പിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് കയറും മുൻപ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പൌച്ചിലാക്കി വോളണ്ടിയർമാരെ ഏൽപ്പിച്ച് ടോക്കൺ വാങ്ങണം. വോട്ട് ചെയ്തു കഴിഞ്ഞ് ടോക്കൺ നൽകി ഫോൺ തിരികെ കൈപ്പറ്റാനാവും. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാ മേഖലകളാക്കി തിരിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 76,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയൊരുക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ളത്. 2,500 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ലോക്കൽ പോലീസിന് പുറമെ സ്പെഷ്യൽ യൂണിറ്റുകളെയും ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറമെ വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. അസമിലെ 126 മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസം 23-ന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പശ്ചിമബംഗാൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും ഇന്നാണ് നടക്കുന്നത്. ഈ മാസം 23-നും 29-നും 2 ഘട്ടങ്ങളായാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ്. കേരളമടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം ആരംഭിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. യുവതീ പ്രവേശനത്തിനുള്ള നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി ശരിവെക്കണമെന്ന് കേന്ദ്രം കോടതിയിൽ രേഖാമൂലം ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങളിലെ അതിഥി തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിനായി 5 കിലോഗ്രാം ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകളുടെ പ്രതിദിന വിഹിതം ഇരട്ടിയാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സെക്രട്ടറി നീരജ് മിത്തൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തെഴുതി. അതിഥി തൊഴിലാളികൾക്ക് നൽകുന്ന സിലിണ്ടറുകളുടെ ശരാശരി ദൈനംദിന വിതരണത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും വിഹിതത്തിലെ വർധനയെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. LPG വിതരണത്തിൽ സംസ്ഥാനത്ത് വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ ഊർജിതമായി നടന്നുവരുന്നതായി സിവിൽ സപ്ലൈസ് കമ്മീഷണർ. ഗ്യാസ് ഏജൻസികളിൽ 1,113 പരിശോധനകളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും കേന്ദ്രീകരിച്ച് 5,809 പരിശോധനകളും നടത്തിയതിന്റെ ഭാഗമായി 251 LPG സിലിണ്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ സ്ക്വാഡിന്റെ പരിശോധനയുടെ ഭാഗമായി 71 LPG സിലിണ്ടറുകളും പിടിച്ചെടുത്തു. അനാരോഗ്യകരമായ വിപണന രീതികൾ, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് എന്നിവ തടയുന്നത് ലക്ഷ്യമിട്ടായിരുന്നു പരിശോധനകൾ. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. പാലക്കാട് ജില്ലയിൽ മറ്റന്നാൾ വരെ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30-ന് ഗുവാഹത്തിയിലാണ് മത്സരം. ഇന്നലത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.